തിരുവനന്തപുരം പാളയം കല്യാൺ സിൽക്സിന് സമീപമുള്ള പെട്രോൾ പമ്പിൽ പുലർച്ചെ കവർച്ച. വെളുപ്പിന് 2 മണിക്ക് നടന്ന മോഷണത്തിൽ 1.5 ലക്ഷം രൂപ കവർന്നു. മോഷ്ടാവിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇതാണ് അതിൻ്റെ CCTV ദൃശ്യങ്ങൾ. നമ്മൾ സാധാരണ മോഷണം കള്ളൻ എന്നൊക്കെ പറയുമ്പോഴുള്ളതുപോലെയല്ല, വലിയ ജെന്റിൽമാൻ കള്ളനാണ്. ഒപ്പം തന്നെ മുഖം ഒന്നും മറച്ചിട്ടില്ല, CCTVയിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. ഡാൻ, CCTVയിൽ വ്യക്തിയെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രതിയിലേക്ക് എത്താൻ പറ്റുമെന്നതാണോ അന്വേഷണ സംഘം കരുതുന്നത്? നൈറ്റ് പ്രവർത്തിക്കാത്ത പെട്രോൾ പമ്പാണോ? സെക്യൂരിറ്റിയും ഒന്നും ഉണ്ടായിരുന്നില്ലേ? എന്തൊക്കെയാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരങ്ങൾ? പുലർച്ചെ 2 മണിയോടെയാണ് പാളയം പള്ളിക്ക് സമീപമുള്ള പെട്രോൾ പമ്പിൽ നിന്ന് ഒരു യുവാവെത്തി എവിടെയാണ് പണം സൂക്ഷിക്കുന്നതെന്ന് കൃത്യമായൊരു ധാരണയുള്ള ആളെ പോലെ അതിനകത്തേക്ക് പ്രവേശിച്ച് റിസപ്ഷന് അകത്ത് ക്യാഷ് കൗണ്ടർ പൊട്ടിച്ച് അതിനകത്ത് നിന്ന് 1.5 ലക്ഷം രൂപ എടുത്തുകൊണ്ട് സാവധാനം നടന്നു പോകുന്ന ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരിക്കുന്നത്. ഈ കടയെക്കുറിച്ച്, ഈ പമ്പിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നതെന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം. അതോടൊപ്പം ഏതെങ്കിലും ജീവനക്കാരുടെ ഒരു സഹായമോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ളൊരു പിന്തുണയോ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നാണ് വിശദമായി പരിശോധിക്കുന്നത്. കാരണം അങ്ങനെ കൃത്യമായൊരു ധാരണയില്ലാത്ത ഒരാൾക്ക് ആ സമയത്ത് കടയ്ക്കുള്ളിൽ കയറി ആരുമില്ലാത്ത തക്കം നോക്കി ആ ലോക്കർ പൊട്ടിച്ച് പണം എടുത്തുകൊണ്ട് അവിടെ നിന്ന് നിസ്സാരമായി നിഷ്പ്രയാസം കടന്നു കളയാൻ കഴിയില്ല. അതിന് പിന്നിൽ കൃത്യമായൊരു ആസൂത്രണമുണ്ട്. ആ കടയെക്കുറിച്ചൊരു ധാരണയുള്ളയാളാണ് മോഷണം നടത്തിയിരിക്കുന്നതെന്ന നിഗമനത്തിലാണ് മ്യൂസിയം പോലീസുള്ള. മ്യൂസിയം പോലീസാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതി ഉടൻ പിടിയിലാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. കാരണം അയാളുടെ കൃത്യമായ ദൃശ്യങ്ങളിലൂടെ ഇതാരാണ് എന്ന് തിരിച്ചറിയാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടയിലെ ജീവനക്കാരെ അടക്കം വിശദമായി ചോദ്യം ചെയ്യും. അങ്ങനെ പ്രതിയിലേക്ക് എത്താൻ കഴിയും, ഈ മോഷണം നടത്തിയ ആളിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. വൈകാതെ ഇയാൾ പിടിയിലാകുമെന്ന സൂചനയാണ് അന്വേഷണ സംഘം ഇപ്പോൾ പങ്കുവെക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ രീതിയിൽ ഈ സ്ഥലവും സാഹചര്യങ്ങളും ഒക്കെ പരിചിതമായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ കളവ് നടത്തിയിരിക്കുന്നത് എന്നതാണ് പോലീസ് ഇപ്പോൾ എത്തിയിട്ടുള്ള നിഗമനം എന്നതാണ് ഡാൻ കുര്യൻ സൂചിപ്പിക്കുന്നത്. അത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. എന്തായാലും പുലർച്ചെയാണ് ഈ മോഷണം നടന്നത്. അതിൽ 1.5 ലക്ഷം രൂപയാണ് കവർന്നിട്ടിരിക്കുന്നത്. അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. നമ്മൾ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഇതിൽ പെട്രോൾ പമ്പ് ഉടമയ്ക്ക്, ജീവനക്കാർക്ക്
ഒക്കെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഏതെങ്കിലും സംശയകരമായ സാഹചര്യത്തിൽ ആരെങ്കിലും ഒക്കെ കണ്ടിരുന്നോ? അവർ പോലീസിനെ അറിയിച്ചിട്ടുള്ള വിവരം എന്താണ്? എപ്പോഴാണ് ഇത് മോഷണം നടന്നു എന്ന് അവർക്ക് തന്നെ വ്യക്തമായത്? അത് സംബന്ധിച്ചൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് അറിയാൻ കഴിഞ്ഞത് എന്തൊക്കെയാണ്? പുലർച്ചെ സ്ഥാപനം തുറന്നപ്പോഴാണ് ഇങ്ങനെ മോഷണം നടന്ന കാര്യം ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കാരണം ഈ ലോക്കർ പൊട്ടിച്ച നിലയിലായിരുന്നു. അങ്ങനെ പരിശോധന നടത്തുമ്പോഴാണ് അതിൽ സൂക്ഷിച്ചിരുന്ന പണം മുഴുവനും 1.5 ലക്ഷം രൂപ കഴിഞ്ഞ ദിവസത്തെ കളക്ഷൻ പണമാണ്, അത് മുഴുവൻ അപഹരിക്കപ്പെട്ടു എന്ന് കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസിനെ ഉടൻ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് മ്യൂസിയം പോലീസ് അന്വേഷണം ആരംഭിച്ചത്. പക്ഷേ ഇത് ഈ ജീവനക്കാരുടെ ആരുടെയെങ്കിലും ഒരു സഹായമില്ലാതെ ഇത്തരത്തിൽ വലിയൊരു തുക അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. പണം സൂക്ഷിക്കുന്നത് ഈ ലോക്കറിലാണ് എന്ന കാര്യം ഇയാൾക്ക് എങ്ങനെ അറിയാൻ കഴിഞ്ഞു എന്നതാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജീവനക്കാരെ വിശദമായി ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും പ്രതി ഉടൻ പിടിയിലാകുമെന്ന് തന്നെയാണ് മ്യൂസിയം പോലീസ് നൽകുന്ന സൂചന. ശരി, മ്യൂസിയം പോലീസ് നൽകുന്ന സൂചന അനുസരിച്ച് പ്രതിയെ ഉടൻ തന്നെ പിടിക്കാനാകും. കാരണം CCTV ദൃശ്യങ്ങളിൽ മുഖം ഉൾപ്പെടെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ പ്രതിയിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അവർ ആ രീതിയിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.